ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക, വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അതായത് 2025 24/5/2025 തീയതിയിൽ നടക്കുന്ന, അതായത് ഈ മാസം 24-ാം തീയതി നടക്കുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ 25/5/2025 അതായത് തൊട്ടടുത്ത ദിവസം UPSC നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷനും വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു കിട്ടിയ ഉദ്യോഗാർത്ഥികളിൽ 24/5/2025 തീയതിയിലെ കേരള PSC നടത്തുന്ന പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർക്ക് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്ന പക്ഷം 28/6/2025 അതായത് ജൂൺ മാസം 28-ാം തീയതി നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് അവസരം നൽകുന്നതാണ്. കേരള PSC അതുപോലെ തന്നെ UPSC പരീക്ഷകൾക്ക് ഒരേ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ലഭിക്കുന്നതല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, കേരള PSCയുടെ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമും UPSCയുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമും 24-25 തീയതികളിൽ വ്യത്യസ്ത ജില്ലകളിലാണ് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കും. എന്നാൽ നിങ്ങളുടെ പരീക്ഷകൾ കേരള PSCയുടെ പരീക്ഷയും UPSC പരീക്ഷയും ഒരേ ജില്ലയിൽ തന്നെയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് UPSC പരീക്ഷയുടെ കേന്ദ്രവും കേരള PSCയുടെ പരീക്ഷാ കേന്ദ്രവും നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു രണ്ടാം ഘട്ടത്തിൽ എഴുതാനുള്ള അവസരം ലഭിക്കുന്നതല്ല. അപ്പോൾ ആവശ്യമായ രേഖകൾ സഹിതം പുതിയ അപേക്ഷ 26/5/2025 മുതൽ 30/5/2025 വരെയുള്ള ദിവസങ്ങളിൽ 24/5/2025 പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്ന അതേ ജില്ലാ ഓഫീസുകളിലും തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിലും നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ വ്യക്തി മുഖേനയോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റും. മുൻപ് അപേക്ഷ സമർപ്പിച്ചവരും മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ പുതിയ അപേക്ഷ നൽകേണ്ടതാണ് എന്നാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടിക്കോളൂ. ഉപകാരപ്രദമാണെങ്കിൽ ഇത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. താങ്ക്